എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേതൊരു വളരെ ചെറിയ വീഡിയോ ആണ്. എന്നിരുന്നാലും വളരെ സുന്ദരമായ ഒരു ഗ്രാമീണ കാഴ്ചയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കൂ, നെൽപ്പാടങ്ങളൊക്കെ എങ്ങനെ വിളഞ്ഞു കിടക്കുന്നത്. ഇതെവിടെയാണെന്ന് മനസ്സിലായോ? ആലപ്പുഴ ജില്ലയിലെ കരുമാടി എന്ന കൊച്ചു ഗ്രാമം. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പുന്നമടക്കായലും വള്ളംകളിയും ഒക്കെയാണല്ലോ ഓർമ്മ വരുന്നത്. അതുപോലെ തന്നെ ഇതാ നോക്കൂ, ഇരുവശവും വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങും തോപ്പും ചെറിയ ചെറിയ കൈത്തോടുകളും ഒക്കെ ആലപ്പുഴയെ കൂടുതൽ സുന്ദരിയാക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം കടലും ഉണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ ആ ഒരു പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണവുമാണ് ഈ പ്രദേശം. അങ്ങനെ ഈ കരുമാടിയിൽ ഞങ്ങൾ എത്തിയത് കരുമാടിക്കുട്ടനെ കാണാനാണ്. കരുമാടിക്കുട്ടൻ എന്ന് കേൾക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി, ആ ഒരു അർത്ഥത്തിലാണ് പണ്ടുള്ളവർ ഇത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊരു ബുദ്ധപ്രതിമയാണ്. 3 അടി ഉയരമാണുള്ളത്. ബ്ലാക്ക് ഗ്രാനൈറ്റിലാണ് തീർത്തിരിക്കുന്നത്, അതായത് കൃഷ്ണശിലയിൽ. നോക്കൂ, ഈ ബുദ്ധപ്രതിമ ഒരു 9-14 നൂറ്റാണ്ടുകൾക്കിടയിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. പക്ഷേ ഇതിന് ഇടതുവശം ഇല്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. തകർക്കപ്പെട്ടതാണ്. ഇത് തകർക്കപ്പെട്ടത് പണ്ട് മുഗൾ ചക്രവർത്തിമാർ തകർത്തതാണെന്ന് പറയപ്പെടുന്നു. അതല്ല, ആന തകർത്തതാണെന്നൊരു മറ്റൊരു വശം. കൂടാതെ സാമൂഹ്യ വിരുദ്ധർ തകർക്കപ്പെട്ടു എന്നും പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇത്രയും പഴക്കമുള്ള ഒരു ബുദ്ധപ്രതിമ പിന്നീട് ഇത് കരുമാടിത്തോട്ടിൽ നിന്നാണ് വീണ്ടെടുത്തത് 1930. അന്ന് ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയർ റോബർട്ട് ബ്രിസ്റ്റോ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു പ്രതിമ കണ്ടെടുത്തത്. അതിനുശേഷം അത് ഒരു ചെറിയ അമ്പലമുണ്ടാക്കി അതിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. പിന്നീട് 1965 ദലൈലാമ ഭാരതത്തിലെത്തിയപ്പോൾ ഇവിടെ എത്തുകയും അങ്ങനെ അദ്ദേഹമാണ് ഈ കാണുന്ന പഗോഡ എന്നാണല്ലോ ബുദ്ധ ക്ഷേത്രങ്ങളെയൊക്കെ പറയുക. ഇങ്ങനെ ഓരോ ടയറായിട്ട് അല്ലെങ്കിൽ സ്തൂപം പോലെ മുകളിലോട്ട് നിർമ്മിക്കും. അപ്പോൾ അങ്ങനെ ഇത് നിർമ്മിച്ചത് ദലൈലാമയാണ്. പിന്നീട് ഇപ്പോൾ വർഷം തോറും കേരള ബുദ്ധിസ്റ്റ് കൗൺസിൽ ബുദ്ധപൂർണിമ ആഘോഷിക്കുന്നുണ്ട്. ഇത് വളരെ വിലപ്പെട്ട ഒരു ചരിത്ര സ്മാരകമാണ്. പക്ഷേ തകർക്കപ്പെട്ടു പോയി. ഇടതുവശമാണ് ഇല്ലാണ്ടായത്. അപ്പോൾ ഈ ചരിത്ര സ്മാരകങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി കാത്തു വെക്കുന്നതാണ്. കാരണം നമ്മളൊരു മഹത്തായ സംസ്കാരത്തിൻ്റെ മനുഷ്യവർഗം എന്ന് പറയുമ്പോൾ ഇതൊരു വലിയൊരു ചങ്ങല കണ്ണിയാണല്ലോ. അപ്പോൾ ഓരോ തലമുറയും അതിലെ ഓരോ കണ്ണികളാണ്. അപ്പോൾ നമ്മളെ കൊണ്ടത് നിന്നു പോകാൻ പാടില്ല. അടുത്ത തലമുറയ്ക്കും മുൻപ് ജീവിച്ചിരുന്നവരെക്കുറിച്ച്, പിതാമഹന്മാരെ കുറിച്ച്, അതുപോലെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ അറിയണ്ടേ. അങ്ങനെയൊക്കെ അറിയണമെങ്കിൽ ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടു പോകണം, നശിപ്പിക്കപ്പെട്ടുകൂടാ. അപ്പോൾ ഏതായാലും ഇങ്ങനെയെങ്കിലും പകുതി എന്ന നിലയിലായാലും ഇപ്പോൾ അത് സംരക്ഷിക്കുന്നു എന്നതും ഒരു വലിയ കാര്യം തന്നെ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിരിക്കുന്ന സ്ഥലമാണ്. വളരെ സുന്ദരമായ, നോക്കൂ, പുന്നമടക്കായലിൻ്റെ ആ ഒരു പ്രകൃതി ദൃശ്യം എത്ര മനോഹരമാണ്. ഒരു ബോട്ട് ജെട്ടിയുണ്ട് ഇവിടെ. അതുപോലെ ബോട്ടിങ്ങിന് സൗകര്യമുണ്ട്. പിന്നെ ചെറിയ വള്ളങ്ങളുണ്ട്, ഷിക്കാരകളുണ്ട്. അപ്പോൾ നല്ല കായൽ യാത്ര നടത്താം. അസ്തമയ ആ ഒരു സൂര്യൻ്റെ ഭംഗി കാണാം. അതുപോലെ തന്നെ കുറേ സമയം നല്ല കാറ്റൊക്കെ കൊണ്ട് ഒരു വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വന്നതും വൈകുന്നേരമാണ്. നല്ല ഭംഗിയായിരുന്നു. കുറേ സമയം നമുക്കങ്ങനെ അവിടെ കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട് തോന്നും. ഒപ്പം തന്നെ ഇതുപോലെയുള്ള ഓരോരോ അറിവുകൾ, ഓരോ ചരിത്രം നമ്മുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ, ചരിത്രം മഹാന്മാരെയൊക്കെ അറിയാനും ഒക്കെ ഇത്തരം യാത്രകൾ വളരെ സഹായിക്കും. അങ്ങനെ കുറച്ച് സമയം ഞങ്ങളവിടെ ചിലവഴിച്ചു.